അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർഗലോകത്താണ് എന്ന് നമുക്കറിയാം. പക്ഷേ ചില അനുസരണക്കേടിൻ്റെ ഭാഗമായി ആദ്യ മനുഷ്യന് സ്വർഗത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നു. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കിയത് മനുഷ്യനെ മാത്രമല്ല, ഇബ്ലീസിനെയും പുറത്താക്കി. പക്ഷെ മനുഷ്യന് വീണ്ടും ആ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാനുള്ള വഴികളുണ്ട്. ഇബ്ലീസിന് അതില്ല. ഈ പ്രപഞ്ചലോകത്ത് മനുഷ്യരായ നമ്മൾ വീണ്ടും ആ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതും തിരിച്ചു പോകുന്നതും ഇഷ്ടപ്പെടാത്ത ഒരാൾ മാത്രമേയുള്ളൂ. അത് ഇബ്ലീസാണ്, പിശാചാണ്. ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നും ഇസ്ലാമികമായ സംസ്കാരങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള തിരിച്ചുപോക്കിൽ നിന്നുമെല്ലാം നമ്മെ വഴിതെറ്റിക്കാനും പിന്തിരിപ്പിക്കാനും പലരും ശ്രമിക്കാറുണ്ട് ഭൂമി ലോകത്ത്. ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ലോകാവസാനം വരെയും പിശാചും പിശാചിൻ്റെ അനുയായികളും പല വിധത്തിലും ആ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൽ സംശയമില്ല. സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ പെട്ടുപോകാനോ നമ്മുടെ ലക്ഷ്യം മറന്നു പോകാനോ പാടില്ല. ഏതൊക്കെ തരത്തിലുള്ള പ്രലോഭനങ്ങളും ഭീഷണികളും ഭയപ്പെടുത്തലുകളും ഉണ്ടായാലും നമ്മൾ തിരഞ്ഞെടുത്ത ദീനിൻ്റെ മാർഗത്തിൽ നമുക്ക് തിരിച്ചു ചെല്ലേണ്ടുന്ന ആ സ്വർഗത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് റസൂലിനോട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഇസ്ലാമിനെ കുറിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. താങ്കൾ എനിക്കത് പറഞ്ഞു തന്നാൽ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക, മറ്റൊരാളോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന മനുഷ്യനോട് പറഞ്ഞത്, ഖുൽ ആമൻതു ബില്ലാഹി ഫസ്തഖിം, നീ പറയണം ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ അവസാനമെന്ന് പറയുന്നത് പരലോകമാണ്. ആ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കച്ചവടം അത് ഇസ്ലാമികമാകണം. സത്യസന്ധമായ കച്ചവടം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ കച്ചവടത്തിന്റെ രംഗത്തും പിശാച് വരും അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ. നമ്മുടെ ആസ്വാദനങ്ങൾ അത് ഇസ്ലാമികമാകണം, അവിടെയും ഉണ്ടാകും പിശാച് വഴിപഴപ്പിക്കാൻ. നമ്മുടെ വിവാഹം, നമ്മുടെ കുടുംബം, ഇവിടെയൊക്കെയും അത് ഇസ്ലാമികമാകണം. അങ്ങനെ ആകാൻ ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെയും പിശാച് വരും എന്ന ബോധവും നമുക്കുണ്ടാകണം. ഇത്തരം മേഖലകളിൽ എല്ലാം അള്ളാഹുവിൻ്റെ വെറുപ്പ് നേടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും അവിടെ നിന്ന് മാറി സഞ്ചരിക്കാനും വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ മാറി സഞ്ചരിക്കുന്നതിൻ്റെ പേരിൽ ആരുടെയൊക്കെ അതൃപ്തി നേടിയെടുക്കേണ്ടി വന്നാലും ശരി, വിശ്വാസിയുടെ നിലപാട് അങ്ങനെ ആയിരിക്കണം. എൻ്റെ നാടും എൻ്റെ സഹപ്രവർത്തകരും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ രാഷ്ട്രീയ സംവിധാനവും എല്ലാം എന്നെ വെറുത്താലും എന്നെ അകറ്റിയാലും അവരുടെ അതൃപ്തിക്ക് ഞാൻ വിധേയരാകേണ്ടി വന്നാലും ശരി, എൻ്റെ ദീനിൻ്റെ, എൻ്റെ റബ്ബിൻ്റെ താല്പര്യങ്ങളായിരിക്കും എനിക്ക് വലുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത്തരം ആളുകൾക്കാണ് സ്വർഗമെന്നല്ലേ റസൂൽ പഠിപ്പിച്ചത്. മൻ ഖാല റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല,
എൻ്റെ റബ്ബ് പടച്ചവനാണെന്നൊരാൾ തൃപ്തിപ്പെട്ടാൽ, എൻ്റെ ഇസ്ലാം, എൻ്റെ ദീൻ അത് ഇസ്ലാമാണെന്നൊരാൾ തൃപ്തിപ്പെട്ടാൽ, മുഹമ്മദ് നബിയാണ് എൻ്റെ റസൂൽ എന്നൊരാൾ തൃപ്തിപ്പെട്ടാൽ, തൃപ്തിപ്പെടുക മാത്രമല്ല, ആ തൃപ്തിപ്പെട്ടതിൻ്റെ പേരിൽ ആരുടെയൊക്കെ അതിർത്തി നേരിടേണ്ടതുണ്ടോ, ആരുടെയെല്ലാം വെറുപ്പ് നേരിടേണ്ടി വന്നാലും അതൊക്കെയും നേരിടാൻ തയ്യാറായിക്കൊണ്ട് ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത്തരം ആളുകൾക്കാണ് സ്വർഗം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെയും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അവരുടെ ഭൗതികമായും മതപരമായുമുള്ള അറിവ് അവർ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ഒരു പക്ഷേ രക്ഷിതാക്കളായ നമ്മളൊക്കെയും. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ സാധാരണക്കാരായ അധികം ആളുകളും പലപ്പോഴും നമ്മുടെ നാടുകളിലുള്ള പൊതുവിദ്യാലയങ്ങളെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ആശ്രയിക്കാറുള്ളത്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നമുക്കറിയാം. ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതുവിദ്യാലയങ്ങളിൽ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. ലഹരിയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുട്ടികളും രക്ഷിതാക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സൂംബ ഡാൻസ് കളിക്കണമെന്നാണ് പറയുന്നത്. കുട്ടികൾ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നും അത് കുറയ്ക്കണമെങ്കിലുള്ള പരിഹാരമാണ് ഈ ഡാൻസ് എന്നുമൊക്കെ ഗവൺമെന്റ് വീണ്ടും വീണ്ടും പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്ഥാപനങ്ങളിലുമൊക്കെ അത് നടപ്പിലാക്കി കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോകളും മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല സ്കൂളുകളിൽ നിന്നും. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, മൊത്തം സോഷ്യൽ മീഡിയ രംഗത്ത് മറ്റു സംവിധാനങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ സജീവമാണ്. സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരം സമയങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്, സമീപനങ്ങളുണ്ട്. ആരോടെങ്കിലുമുള്ള അന്ധമായ വിധേയത്വത്തിൻ്റെ അല്ലെങ്കിൽ വെറുപ്പിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചകളിലും ഇടപെടാനോ അവിടെ പോയി കമന്റ് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മത കൈവരിക്കാൻ വിശ്വാസികളായി നമുക്ക് കഴിയണം. കാരണം ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്താത്ത ആരുമില്ല ഒരുപക്ഷെ നമ്മളെ കൂട്ടത്തിൽ. ധാർമ്മിക മൂല്യങ്ങൾ, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക തലങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം അത്തരം മേഖലകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതും ഇതുപോലുള്ള വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്നതും നിലപാടുകൾ വ്യക്തമാക്കുന്നതും കമന്റ് ചെയ്യുന്നതുമൊക്കെ. അതല്ലാതെ പലപ്പോഴും പലരും കാണിക്കുന്നത് പോലെ വൈകാരികമായ സമീപനങ്ങൾ, വിവേകമില്ലാത്ത എടുത്തുചാടലുകൾ, അതൊന്നും ഇതിന് പരിഹാരമാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയകളിൽ പലപ്പോഴും ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല ചർച്ചകളും നടക്കാറുണ്ട്, ഡിബേറ്റുകൾ നടക്കാറുണ്ട്, ചാനൽ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെയൊക്കെ താഴെ വരുന്ന ചില കമന്റുകളുണ്ട്. കാട്ടറബികളാണ്, മുസ്ലിങ്ങൾ കാട്ടാളന്മാരാണ് എന്നിങ്ങനെ തുടങ്ങുന്ന ഒരുപക്ഷെ പലതിനും നമുക്ക് മറുപടി കൊടുക്കാൻ ഒരു ആത്മരോഷമുണ്ടാകാനൊക്കെ സാധ്യതയുള്ള തരത്തിലുള്ള കമന്റുകളൊക്കെ യാതൊരു തരത്തിലും വിവരമില്ലാത്ത ചില ജാഹിലീങ്ങൾ അത്തരം ചർച്ചകൾക്കടിയിലൊക്കെ വന്നുകൊണ്ട് കമന്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. അത്തരം സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ട് അത്തരം ആളുകളെ പ്രകോപിപ്പിച്ച് വീണ്ടും വീണ്ടും അവർക്ക് നമ്മൾ വളം വെച്ചു കൊടുക്കുന്നതിന് പകരം വിവേകത്തോടെ ചിന്തയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മുമ്പ് ശ്രദ്ധിക്കുന്നവർക്കറിയാം, പല ഇസ്ലാമിക നിയമങ്ങളെയും കട്ടാൽ കൈവട്ടണം, വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണം, നാട് കടത്തണം, ഇങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരം നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കാട്ടാളൻ നിയമങ്ങൾ, കാട്ടറബികൾ എന്നൊക്കെ പരിഹസിച്ചിരുന്ന ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തും കേരളത്തിലുമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചപ്പോൾ, പലതരത്തിലുള്ള പീഡന വിവരങ്ങളും പുറത്തു വന്നപ്പോൾ
അതിൻ്റെ കടിയിൽ അത്തരം ആളുകൾ തന്നെ പിന്നീട് തിരുത്തി എഴുതി നമ്മുടെ നാട്ടിലും സൗദി അറേബ്യയിലുള്ള നിയമങ്ങൾ വരണം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വരണമെന്നൊക്കെ അന്ന് പരിഹസിച്ചവർ തന്നെ തിരുത്തി എഴുതിയ ചില കഥകളൊക്കെ നമ്മൾ വായിച്ചിരിക്കും. ഞാൻ പറയുന്നത് ഇന്നും അങ്ങനെ ആഘോഷിക്കുന്നവർ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾ മറ്റൊരിക്കൽ അവരുടെ വായിലൂടെ തന്നെ പറയും ഇത് വേണ്ടായിരുന്നു എന്ന്, ഇത്തരം നിയമങ്ങൾ സ്കൂളുകളിൽ വേണ്ടായിരുന്നു എന്നൊക്കെ ഇന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ പറയുന്ന കാലം വരും. അതുകൊണ്ട് അവധാനതയോടുകൂടി ഇത്തരം വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത്തരം സംവിധാനങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവർ, അത് വേണമെന്ന് വാദിക്കുന്നവർ, അവരാരെങ്കിലും സ്വന്തം ഭാര്യയും സ്വന്തം മകളും സ്വന്തം സഹോദരിയും അന്യൊരു പുരുഷന്റെ കൂടെ നിന്ന് ചാടിക്കളിക്കുന്നതും ഡാൻസ് കളിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇതൊക്കെ ആർക്കൊക്കെയോ വേണ്ടി, ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ഞാനതാ പറഞ്ഞത്, നമ്മൾ തൃപ്തിപ്പെടുത്തത് പടച്ചറബിനെ മാത്രമാണ്, നമ്മൾ തേടേണ്ടത് റബ്ബിന്റെ ഇഷ്ടം മാത്രമാണ്. ഇതിങ്ങനെ വേണമെന്ന് പറയുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും അതിനുവേണ്ടി ചാനലുകളിൽ വന്ന് അറുവശലൻ വർത്തമാനങ്ങൾ പറയുന്നവർ, അവരൊക്കെ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആരെയൊക്കെയോ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതകീയ പ്രാർത്ഥനകൾ വേണ്ട എന്ന്. ഞാൻ സമയമുണ്ടെങ്കിൽ അവസാനം പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും. പല ഡയലോഗും പല തീരുമാനങ്ങളും പല നിലപാടുകളും വന്നുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയും ആകാം, അവർക്ക് എന്തുമാകാം, അങ്ങനെയാണ്. അതേസമയം നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ എന്തു ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഇസ്ലാം എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇസ്ലാം എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്, എന്താണ് ഇസ്ലാം എന്നോട് കൽപ്പിക്കുന്നത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എടുക്കുന്ന ഓരോ നിലപാടുകളും സമീപനങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത്, നമ്മൾ പ്രീതി നേടേണ്ടത് പടച്ചിറപ്പിൻ്റേത് മാത്രമായിരിക്കണം. നമ്മുടെ ആദർശത്തെ, നമ്മുടെ ആർജവത്തെ നമ്മൾ ഒരു ഓരപ്പാമ്പുകൾക്ക് മുമ്പിലും പണയപ്പെടുത്തേണ്ടതില്ല. അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചറിയണം. അൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, നിങ്ങളാണ് ഉന്നതന്മാർ. ഒരു ഡിമാൻഡ് ഉണ്ട്, എന്താ? നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ കറകളഞ്ഞ വിശ്വാസികളാണെങ്കിൽ ലോകത്ത് നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഒരു ഓലപ്പാമ്പുകളെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല, ആർക്ക് മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല. ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. സമുദായത്തിൻ്റെ അകത്ത് പോലും പലരും നിലപാടുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, ആ ഡ്രസ്സിട്ട് ചാടിയാൽ പോരെ, അതിനൊക്കെ എത്ര എതിർക്കാൻ പോണോ, അങ്ങനെ പല പല മറുപടികളും വന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മളാരാ നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ലഹരി അതൊരു മാരക വിപത്താണ്, നമുക്കറിയാം, സംശയമൊന്നുമില്ല. അതിനെതിരെ, ആ ലഹരി ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഒരു സംശയം ആ കാര്യത്തിലില്ല. ലഹരിയുടെ കാര്യത്തിൽ മാത്രമല്ല, എന്തെല്ലാം സാമൂഹിക തിന്മകളുണ്ടോ നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ വാർഡിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത്, താമസിക്കുന്ന പ്രദേശത്ത് എന്തെല്ലാം തിന്മകളും വേണ്ടാത്തരങ്ങളും ഉണ്ടോ, ആ തിന്മകൾക്കെതിരെയൊക്കെയും എല്ലാത്തരം രാഷ്ട്രീയ ചിന്തകളെയും മതകീയ ചിന്തകളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം. ഈ പുതിയ കാലത്ത് പ്രത്യേകിച്ചും അതിലൊന്നും ആർക്കൊരു സംശയമില്ല, ഒരഭിപ്രായ വ്യത്യാസമില്ല. അതേസമയം ഈ ലഹരി പോലുള്ള തിന്മകൾക്ക് പരിഹാരങ്ങൾ തൊലിപ്പുറത്തുള്ള ചികിത്സ പോലെ ആയി പോകാൻ പാടില്ല. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മൂക്കിൽ വിരൽ വെച്ച് ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അത് വ്യക്തികളാണെങ്കിലും ഭരണകൂടമാണെങ്കിലും. ചില കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, ഭരണകൂടത്തിൻ്റെ അവസ്ഥ. ലഹരിക്കെതിരെയാണല്ലോ ഇത്തരം വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ചും
വളരെ വാശി പിടിച്ചുകൊണ്ട് തന്നെ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നൊക്കെ വീണ്ടും വീണ്ടും ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ലഹരി ഇല്ലാണ്ടാക്കാനാണെന്നാണ്. ചില വൈരുദ്ധ്യങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയണം. 2016 മാർച്ച് 31 കണക്കനുസരിച്ച് കേരളത്തിൽ ലൈസൻസ് ഉള്ള ബാറുകൾ 29 എണ്ണായിരുന്നു. 2025 ജനുവരിയിലെ കണക്ക് 847 ആണെന്നാണ്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. 847, 259 ബൗക്കോ ഔട്ട്ലെറ്റുകൾക്ക് പുറമെയാണത്. എന്ന് വെച്ചാൽ 1000-ലധികം ബാറുകൾ. ആരനുവദിക്കണത്? ഞാനും നിങ്ങളുമല്ല, ഇസ്ലാമിന്റെ വക്താക്കളല്ല. ലഹരിക്കെതിരെ ഇവിടെ പലതരത്തിലും ശബ്ദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ നമ്മളെ ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ ഒരു ഭാഗത്ത് ഇത്തരം സംവിധാനങ്ങൾ ഇങ്ങനെ അനുവദിച്ചു കൊണ്ടിരിക്കുക, മറുവശത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തൊക്കെയോ കോപ്പറായിട്ട് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പുറത്തേക്ക് ഇറങ്ങി ആളുകൾക്കിടയിൽ സംസാരിക്കുമ്പോൾ, അങ്ങാടിയിൽ പോയി കവലയിലിരുന്ന് പീഡികത്തിണ്ടയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ പറയാൻ, അതിൻ്റെ ഇസ്ലാമികമായ അടിത്തറ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാമല്ലോ, വിമർശിക്കുന്നവരുടെ നാവരിയുക എന്നതാണ് ഫാഷിസത്തിന്റെ രീതി. ഇന്ത്യ രാജ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിമർശിക്കുന്നവരുടെ, ഞങ്ങൾക്കെതിരെ വിരൽ പൊക്കിയാൽ നിങ്ങളെല്ലാണ്ടാക്കും, നിങ്ങളെ നാവരിയും, നിങ്ങളെ വീട് തകർക്കും. ഇതാണ് നമ്മൾ ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിലും ഇപ്പം അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൂംബ ഡാൻസിനെതിരെ വിമർശിച്ച, അതിൻ്റെ മതപരമായ നിലപാട് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയ TK അഷ്റഫ് എന്ന് പറയുന്ന സഹോദരനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കത്ത് കൊടുത്തിരിക്കുന്ന മാനേജർക്ക്. നിങ്ങൾക്കറിയോ, വല്ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സ്കൂളുണ്ട്. ആ ഭാഗത്തൊരു ടീച്ചർ ഉണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുമായിരിക്കും. വായ തുറന്നാൽ വിഷം വമിപ്പിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് വിഷം മാത്രം തുപ്പുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തുപ്പിയുമ്പോഴും, അങ്ങനെയൊക്കെ തുപ്പിയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഈ ഗവൺമെന്റിനോ സംവിധാനങ്ങൾക്കോ അവർക്കെതിരെ ഒരക്ഷരം പോലും ഉരിയിടാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ സൂംബ ഡാൻസ് എന്ന് പറയുന്ന ആണും പെണ്ണും ഒന്നിച്ച് ചാടിക്കളിക്കുന്ന ഒരു സംവിധാനം ഒരു പൊതുവിദ്യാലയത്തിൽ വേണ്ട, അത് മതപരമായിട്ട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ സഹോദരനെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിരിക്കുക വിദ്യാഭ്യാസ വകുപ്പ്. കണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം ചില വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ഇത്തരം സംവിധാനങ്ങളെ കൊണ്ടൊന്നും ഒരിക്കലും ഒരു ലഹരിയും ഇല്ലാതാക്കാൻ കഴിയില്ല. അത് മറ്റൊരു ലഹരിയായിട്ട് വരും. അതിലൊന്നും സംശയമല്ല, അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിക സംസ്കാരത്തെ ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്ലാമിക സംസ്കാരത്തെ ഇല്ലാതാക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ പൊരുളുകളിൽ നിന്ന് ഈ തലമുറയെ വഴിമാറ്റി നടത്താൻ ആസൂത്രിതമായി കൊണ്ട് തന്നെ നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചറിയണം. നമുക്കറിയില്ലേ, മുതിർന്നവരെക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുക കുട്ടികളിലാണ്. അതുകൊണ്ടാണല്ലോ കുട്ടികളാണ് നാളത്തെ തലമുറ. അതുകൊണ്ടാണല്ലോ ഇന്നൊന്നല്ല, പണ്ട് ഫറോവ യുദബ്ബിഹൂന അബ്നാഅഹും, ഫറോവ കൊന്നൊടുക്കിയത് ആരെയാണ്? പിഞ്ചു മക്കളെയാണ്. ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് കുട്ടികളുണ്ടോ, കുട്ടികളെ അറുത്തു കൊല്ലുന്ന രീതിയാ ഫറോവ സ്വീകരിച്ചത്. എന്തുകൊണ്ട്? കുട്ടികൾ നാളത്തെ പൗരന്മാരാ. അവര് വളർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തമ്മാടിത്തരങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യും, അവർ കൈവെക്കും, വിരല് വെക്കും. അതുകൊണ്ട് കുട്ടികൾ വളരാൻ പാടില്ല. ഫറോവ സ്വീകരിച്ച നിലപാടായിരുന്നു. ഇന്നും ഇസ്രയേലിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്, ഫലസ്തീന മണ്ണിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് പിഞ്ചു മക്കളെയാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ആഗ്രഹിക്കാത്ത, ഇസ്ലാം ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക് എന്ന് തിരിച്ചറിയുന്ന ആളുകളൊക്കെയും കുട്ടികളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം വശമൊന്നും നമ്മൾ കാണാതെ പോകരുത്. സ്കൂളുകളിൽ കുട്ടികളുടെ മനസ്സിൽ ലിബറൽ ചിന്താഗതികൾ കയറ്റിവിടുക, ഇത്തരം ചിന്തകൾ കുത്തിക്കയറ്റുക, അങ്ങനെ കുട്ടികളെ ഇസ്ലാമിൽ നിന്ന്, ദീനിൽ നിന്ന്, മതചിന്തകളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്, ഒക്കെ നമ്മളൊന്ന് പഠിക്കണം. ഗൂഗിളും സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ മന്ത്രി പറയണ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ പാട്ട് വെച്ച് പർദ്ദി മഫ്തൊക്കെ ഇട്ട് കളിക്കാന്നൊക്കെ പറയണത്. അങ്ങനെയൊന്നുമല്ല. സൂംബ LLG എന്നൊരു സംവിധാനമുണ്ട്, ഒരു കമ്പനിയാണ്. ആ കമ്പനിയാണ്
രാജ്യത്ത് ലോകത്ത് ഈ സൂംബ ഡാൻസ് പ്രൊമോട്ട് ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതൊക്കെ അതിൻ്റെ കണക്കുകൾ പറയണത് അവർക്ക് കോടികളുടെ വരുമാനം ഉണ്ട് എന്നാ. അവർക്ക് ചില നിയമങ്ങളുണ്ട്, അവർ നിർദ്ദേശിക്കുന്ന ചില പാട്ടുകളുണ്ട്. ഇന്ത്യ രാജ്യം മുന്നോട്ട് വെച്ച 2 പാട്ടേ അവർ സ്വീകരിച്ചിട്ടുള്ളൂ എന്നാ. അവർ മുന്നോട്ട് വെക്കുന്ന നിയമാവലിയിൽ ചില ഡ്രസ് കോഡുണ്ട്, അതൊക്കെ ഇട്ടിട്ടേ കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം പറയും പർദ്ദട്ട് കളിച്ചോളി, ഇഷ്ടമുള്ള മാപ്പിള പാട്ട് വെച്ചോളി എന്നൊക്കെ ഇപ്പോൾ പറയും. അത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ആ നിയമാവലി ഇങ്ങനെ നടപ്പിലാക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ കരഞ്ഞിട്ടും പിന്നെ നമ്മൾ ഖേദിച്ചിട്ടും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാകില്ല. പ്രതികരിക്കേണ്ട സമയത്ത് ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂറോപ്യന്മാർ പോലും വലിച്ചെറിഞ്ഞ പല വൃത്തികെട്ട ആഭാസങ്ങളും നമ്മുടെ സാംസ്കാരിക ഭൂമിയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ യുക്തിവാദികളടക്കം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ വളരെയേറെ ജാഗ്രത പാലിക്കണം. അടിവരയിടണം, ജാഗ്രത നമ്മൾ പാലിക്കണം. ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടികളൊന്നും അവിടെ പഠിക്കുന്നില്ലല്ലോ, എൻ്റെ മക്കളൊന്നും അവിടെ അല്ലല്ലോ, അപ്പോൾ നമുക്കെന്താ പ്രശ്നം, അത് വേണ്ടവർ കളിച്ചോട്ടെ, കളിക്കാതിരുന്നോട്ടെ, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഇത്തരം നിലപാടുകളിൽ വിശ്വാസികൾ എന്ന നിലക്ക് ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇതിൻ്റെയൊക്കെ കൊടും ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഒരു സംശയമില്ല, ഇതൊക്കെ അനുഭവങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കളെ നമുക്ക് നാളെ നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ മക്കൾ നാളെ വേറൊരുത്തൻ്റെ കയ്യും പിടിച്ച് ആടിക്കുഴഞ്ഞ് നടക്കുന്നത് കാണാതിരിക്കാൻ ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിച്ചേ മതിയാകൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കൊടിയുടെ നിറം നോക്കി വടിയുടെ നിറം നോക്കി നമ്മൾ മിണ്ടാതിരുന്നാൽ നാളെ മറ്റന്നാൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ നമ്മുടെ മക്കളെയായിരിക്കും, നമ്മുടെ സഹോദരിമാരെയായിരിക്കും, നമ്മുടെ കുടുംബത്തെയായിരിക്കും. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കറിയോ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആഗോള അടിസ്ഥാനത്തിൽ ഫ്രിമേഴ്സൺ എന്നൊരു മൂവ്മെൻ്റ് ഉണ്ട്, ഒരു സംഘടന. അൽ മാസൂനിയ എന്ന് അറബിയിൽ പറയുക, മാസോണിസം. അത് ജൂതന്മാരുടെ ഇസ്രായേലിൻ്റെ കീഴിലുള്ളതാണ്. ഒരേ പണി എന്താണെന്നറിയോ, ലോകത്ത് മുസ്ലിം സമൂഹത്തെ ചിന്താപരമായി, ധാർമ്മികമായി, സാംസ്കാരികമായി എങ്ങനെയൊക്കെ വഴിതെറ്റിച്ചു വിടാം, ഖുർആനിൽ നിന്ന്, ഇസ്ലാമികമായ മൂല്യങ്ങളിൽ നിന്ന്, ഖുർആനിക അധ്യാപനങ്ങളിൽ നിന്ന് ലോകത്ത് മുസ്ലിം സമൂഹത്തെ എങ്ങനെയൊക്കെ വഴിമാറ്റി വഴിതിരിച്ചു വിടാമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിങ് ഇസ്രായേലിൻ്റെ കീഴിലുണ്ട്. ഒരു സംശയമില്ല, നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും ഈ പറയുന്നതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇതൊക്കെ അവരുടെ ഹിഡൻ അജണ്ടകളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായി ഒരു മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്നത് ലജ്ജ എന്ന് പറയുന്ന വികാരമാണ്. നമ്മൾ പറയും മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്ന ബുദ്ധിയാണ് എന്നൊക്കെ. ബുദ്ധിയൊന്നും അല്ല, ബുദ്ധിയുള്ള മൃഗങ്ങളുണ്ട് വേറെ. മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്ന അടിസ്ഥാന ഘടകം എന്താ അറിയോ? ലജ്ജയാണ്, നാണം. ഹയ എന്ന് അറബിയിൽ പറയും. ഒരു മനുഷ്യൻ ലജ്ജ അല്ലെങ്കിൽ എന്തും ചെയ്യും, ലജ്ജ അല്ലെങ്കിൽ എന്തും ചെയ്യും. മൃഗത്തെയും മനുഷ്യനെയും വേർതിരിക്കുന്ന അടിസ്ഥാന ഘടക ലജ്ജ എന്ന് പറയുന്നത്. ഈ ലജ്ജാബോധം മനുഷ്യനിൽ നിന്ന് എടുത്തു കളയാനാ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ നിന്ന് 2 കൂട്ടരെ പുറത്താക്കിയത്, ഒന്ന് മനുഷ്യനെ, മറ്റൊന്ന് ഇബിലീസിനെ. മനുഷ്യന് തിരിച്ചു പോകാനുള്ള വഴിയുണ്ട്, ഇബിലീസിന് അങ്ങോട്ട് തിരിച്ചെത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇബിലീസ് മനുഷ്യന്റെ വഴിയിൽ, മനുഷ്യന്റെ നന്മയുടെ വഴിയിൽ പണിമുടക്കിക്കൊണ്ടിരിക്കുക. പ്രധാനമായും അവൻ ശ്രമിക്കെന്തിനെന്നറിയോ? മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്ന മനുഷ്യനിലെ ലജ്ജ എന്ന് പറയുന്ന ബോധത്തെ ഇല്ലാതാക്കാൻ പിശാച് എല്ലാ തരത്തിലുള്ള പണിയെടുത്തുകൊണ്ടിരിക്കും, എല്ലാം എടുത്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്ക് വേണം, ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോകും. ഈ ലജ്ജാബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എന്താ പ്രശ്നം? ആണും പെണ്ണും ഒന്നിച്ചിരുന്ന എന്താ പ്രശ്നം? ഒന്നിച്ച് കൈ കൊടുത്താൽ എന്താ പ്രശ്നം? ഡാൻസ് കളിച്ചാൽ എന്താ പ്രശ്നം എന്നൊക്കെ പറയേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയോ? പടച്ചറബ് മനുഷ്യന് ഇട്ടുകൊടുത്ത ലജ്ജ എന്ന് പറയുന്ന ഒരു ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും ഇടപെടുന്നതിൽ കൃത്യമായ അതിർവരമ്പുകൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ അതിർവരമ്പുകൾ സൗഹൃദത്തിൻ്റെ പേരിൽ, മറ്റു പലതിൻ്റെയും പേരിൽ മായ്ച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ മുന്നറിയിപ്പുകൾ നമ്മൾ ഗൗരവത്തോടുകൂടി എടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ഈ തിരിച്ചറിവ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കെല്ലാം കൈവിട്ടു പോകും.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരഞ്ഞിട്ടും ദുഃഖിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാകില്ല. കാരണം അത്രമേൽ ലിബറൽ ചിന്താഗതി സമൂഹത്തിൽ നട്ടുപിടിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആണും പെണ്ണും ഒന്നിച്ച് ഡാൻസ് കളിച്ചാൽ തീരുന്നതാണോ ഇസ്ലാം? ഇവർ ചോദിക്കണ ചോദ്യം. പരസ്പരം കൈ കൊടുത്താൽ തീരുന്നതാണോ ഇസ്ലാം? ഒന്ന് കെട്ടിപ്പിടിച്ചാലും ഒന്നിച്ചിരുന്നാലും തീരുന്നതാണോ ഇസ്ലാം എന്നൊക്കെയാണ് ഇവരിങ്ങനെ ചോദിക്കാറുള്ളത്. അത്തരം ചിന്തകളെ നട്ടുവളർത്താൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബത്തിനകത്ത്, ക്യാമ്പസുകൾക്കകത്ത് എല്ലായിടത്തും അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണുകയും കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്യണം വിശ്വാസികൾ എന്ന നിലക്ക്. ഒരിക്കലും തന്നെ ഈ ലിബറൽ സംവിധാനമുണ്ട്, ലിബറൽ അതൊരു മതമാണ് എന്നുവെച്ചാൽ അത് മതമാണെന്ന് പറഞ്ഞാൽ മുമ്പിൽ വരുമൊന്നുമില്ല. ഞാൻ ലിബറലിസത്തിൻ്റെ ആളാന്ന് പറഞ്ഞിട്ടും വരൂല. പിന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ, നിലപാടുകളിലൂടെ നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കും. ഈ ലിബറൽ ചിന്താഗതി നമ്മളറിയാതെ നമ്മുടെ കുടുംബത്തിൽ വരെ അത് കയറി വരും. ഉദാഹരണം പറയണോ? പെട്ടെന്ന് മനസ്സിലാകും. കയറി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിനകത്ത് ലിബറൽ ചിന്താഗതികൾ കടന്നു കൂടിക്കഴിഞ്ഞു, അത് സ്വാധീനിച്ചു തുടങ്ങി. അതിൻ്റെ അടയാളമാണ് ഒരു മടിയും കൂടാതെ നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ പാൻറ്റും ജീൻസും ഇട്ട് നടക്കുന്നത്, ടീഷർട്ട് ഇട്ട് നടക്കുന്നത്, ആൺകുട്ടികളെ പോലെ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥ വന്നത്. മുമ്പൊക്കെ അത് വെസ്റ്റേൺ കൺട്രികളിലാണ് ഉണ്ടായിരുന്നത്, പാശ്ചാത്യ സംസ്കാരം. അതൊക്കെ ഒരു മടിയുമില്ലാതെ നമ്മുടെ നാടിലേക്കും എത്തി, കുടുംബത്തിലേക്കും എത്തി എന്ന് പറയുന്നത് നമ്മൾ അത്തരം ആളുകളുടെ പിടുത്തത്തിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം സാഹചര്യങ്ങളിൽ വിശ്വാസികൾ എന്ന നിലക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്കുണ്ട്. മിണ്ടാതിരിക്കാൻ പറ്റില്ല. തിരുത്തേണ്ടത് തിരുത്താൻ, തിരുത്തിക്കാൻ പറ്റുമെങ്കിൽ തിരുത്തിക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ പറഞ്ഞത് വിശ്വാസികളെ കുറിച്ച്, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. എന്താ നിങ്ങളുടെ പണി? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നാണ്. നന്മ പറയുക, തിന്മ പറയാ അങ്ങനെയല്ല പറഞ്ഞേ. നന്മ കൽപ്പിക്കുക എന്നാണ്, തിന്മ വിരോധിക്കുക എന്നാണ്. ആ പവറിൽ തന്നെ അതെടുക്കാൻ നമുക്ക് കഴിയണം. ആ അർത്ഥത്തിലേക്ക് മാറാനും നമുക്ക് സാധിക്കണം. ഇത്തരം ചില സാഹചര്യങ്ങളിൽ വിശ്വാസികൾ എന്ന നിലക്ക് ഹലാലും ഹറാമും കൃത്യമായി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം, കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്ന ലജ്ജ, അത് നഷ്ടപ്പെടുമ്പോഴാണ് എല്ലാം സംഭവിക്കുക. അതാ സംഭവിക്കുക. വ്യക്തികൾക്കാണെങ്കിലും ഭരണകൂടത്തിനാണെങ്കിലും ഒക്കെ ഈ ലജ്ജാശീലം നമ്മുടെ കുടുംബത്തിൽ, കുട്ടികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, എന്താ ദീൻ എന്ന് പറഞ്ഞാൽ, ഇന്നലി കുല്ലി ദീനിൻ ഖുലുക വ ഖുലുഖുൽ ഇസ്ലാമി ഹയാ. എല്ലാ മതങ്ങൾക്കും എല്ലാ ദീനുകൾക്കും ഒരു സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണെന്ന. ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ്. ഈ ലജ്ജ ഉണ്ടാക്കിയെടുക്കണം എന്നാ പറയണത്. അൽ ഹയാ മിനൽ ഈമാൻ വൽ ഈമാൻ ഫിൽ ജന്ന. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. റസൂൽ പറഞ്ഞതാ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ഈമാനോ അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഹയാ വൽ ഈമാൻ ഖുറിനാ ജമീഅ ഫൈദാ റുഫിഅ അഹദുഹുമാ റുഫിഅൽ ആഖർ. ലജ്ജയും ഈമാനും അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക. ലജ്ജയും ഈമാനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. രണ്ടിലേതെങ്കിലും ഒന്നില്ലാതായാൽ മറ്റേതും ഇല്ലാതാകുന്ന എന്ന് പറഞ്ഞാൽ, ഒരാളിൽ ഈമാൻ ഇല്ലാതെയായാൽ ലജ്ജ ഉണ്ടാവൂല. ഓൻ എന്ത് വൃത്തികേട് ചെയ്യും. എത്ര കൃത്യ റസൂലിന്റെ വർത്താനങ്ങൾ നോക്കിയേ. ഒരാളിൽ ഈമാൻ ഇല്ലെങ്കിൽ അവനക്ക് ലജ്ജ ഉണ്ടാവൂല, അവൻ എന്തും ചെയ്യും. ഇനി ഒരാൾക്ക് ലജ്ജ ഇല്ലെങ്കിലോ അവനക്ക് ഈമാനും ഉണ്ടാവൂല. അതാ റസൂല് പറഞ്ഞത്. ലജ്ജ അല്ലെങ്കിൽ ഈമാൻ ഉണ്ടാവൂല, ഈമാൻ ഇല്ലാത്തവർക്ക് ലജ്ജ ഉണ്ടാവൂല, അവൻ എന്ത് വൃത്തികേട് അവൻ ചെയ്യുന്ന അല്ലാഹു റസൂല് പറഞ്ഞതാ. അപ്പൊ ലജ്ജാബോധം നമ്മളെ കുടുംബത്തിന്റെ ജീവിതത്തിൽ, മക്കളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. ഒരിക്കൽ ഉമർ അല്ലാഹുവിന് പറയാൻ, മൻ ഖല്ല ഹയാഹു ഖല്ല വറഅഹു വമൻ ഖല്ല വറഅഹു മാത ഖൽബഹു. ലജ്ജ ഒരാളിൽ കുറഞ്ഞാൽ സൂക്ഷ്മത അവന് കുറയും. ലജ്ജ കുറയും തോറും തഖ്വ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, അങ്ങനെ തഖ്വ കുറഞ്ഞാലോ അവന് ഹൃദയം മരിക്കുന്ന. ഹൃദയം മരിച്ച അവൻ എന്താ പറ്റുക? എന്ത് വേണ്ടാത്തതും ചെയ്യും. കണ്ടോ, ഇത് വല്ലാത്ത ചില വർത്തമാനങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, മനുഷ്യനെയും മൃഗത്തെയും ഒക്കെ വേർതിരിക്കുന്ന അടിസ്ഥാന ഘടകം ഈ ലജ്ജാബോധമാണെന്നും അത് ജീവിതത്തിൽ എല്ലാ രംഗത്തും ഉണ്ടാക്കിയെടുക്കണമെന്നും, ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാരെ, മക്കളെ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒന്ന്. രണ്ടാമതായിട്ട്
വേഷവിധാനം, അതിലും ഇസ്ലാമിൽ ചില മര്യാദകളൊക്കെ ഉണ്ട്. എന്താണ് ഇസ്ലാമികമായ വേഷ സംവിധാനം? എന്താ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. നാടോടുമ്പോൾ നടുവേ ഓടുക എന്നതാണ് മൊത്തത്തിലുള്ള നിലപാട്. അങ്ങനെയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവർക്ക് എങ്ങനെയും ആകാം, നമുക്ക് അങ്ങനെ പറ്റൂല. നമുക്ക് ചില അതിർവരമ്പകളുണ്ട്. ചില വര അല്ല വരച്ചിട്ടാണ് അതിനപ്പുറം പോകാൻ പറ്റൂല എന്നാ. നരകവാസികളുടെ ഒരു സംഭാഷണമുണ്ട്. മാ സലക്കും ഫി സക്കർ, എങ്ങനെ ഇവിടെ എത്തി, എന്താ പറ്റിയ ചോദിക്കുക നരകത്തിലുള്ള ആളുകളോട്. അപ്പോൾ അവർ കൊടുക്കുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ലം നക്കു മിനൽ മുസല്ലീൻ, നിസ്കരിക്കായിരുന്നില്ല. വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കായിരുന്നില്ല. പിന്നെന്താ പറഞ്ഞതറിയോ? വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. എൻ്റെ തനി മലയാളം എങ്ങനെയാണ്? നാട് ഓടുമ്പോൾ നടുവ് ഓടുന്നവരായിരുന്നു. നാട്ടുകാരൊക്കെ അങ്ങനെയായിരുന്നു, അയൽവാസികളൊക്കെ അങ്ങനെയായിരുന്നു, കോളേജിലും സ്കൂളിലും ഒപ്പമുള്ളവരൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ അങ്ങോട്ടായി മാറി. നാണുമാനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനും അങ്ങനെ ആയി. അതുകൊണ്ടപ്പോൾ ഇവിടെ എത്തേണ്ടി വന്ന് വക്കുന്ന നുക്കദ്ദിബു ബിയൗമിദ്ദീൻ. അങ്ങനെ ഈ കൂട്ടത്തിലൊക്കെ പെട്ടപ്പോൾ, നാട്ടുകാർക്കൊപ്പം ഞാനും സഞ്ചരിച്ചപ്പോൾ പരലോകത്തെ കളവാക്കി, അള്ളാഹിനെയൊക്കെ മറന്നു, നരകമൊക്കെ മറന്നു, പരലോകത്തെക്കുറിച്ച് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ അവസാനം ഇവിടെ വന്ന് എത്തുകയും ചെയ്തു. കണ്ടോ, നാടോടുമ്പോൾ നടുവേ ഓടുക. നാട്ടുകാർ പലതും ചെയ്യും, സമൂഹം പലതും ചെയ്യും. അങ്ങനെയൊക്കെ നമ്മളും വേഷം കെട്ടാൻ നിന്ന നരകത്തിലേക്ക് എത്തേണ്ടിയും വരും. അപ്പോൾ ഇസ്ലാമിൽ വേഷ സംവിധാനമുണ്ട്. അതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിൻ്റെ ഡ്രസ് കോഡ് എന്താ? യാ അയ്യുഹൻ നബിയ്യ കുല്ലി അസ്വാജിക, അള്ളാഹ് പറയുക, ഖുർആനിൽ പറയാണ്. എന്താ പറഞ്ഞ്? സ്ത്രീകൾ അവരുടെ മുഖമക്കന ധരിക്കണം, അവരുടെ ഹിജാബ് മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം. ഇതൊക്കെ വേറെ പറയാനുള്ളതാ. ഇതൊക്കെ ഫാഷനാന്ന് കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ. മുഖമക്കന അതിങ്ങനെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഇന്ന് അതൊക്കെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങിട്ടിട്ട് അങ്ങോട്ടിട്ട് അല്ല, ലജ്ജല്ലെങ്കിൽ എന്തും ചെയ്യുന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരണ നടത്തണം. നമ്മളെ മക്കൾ അങ്ങനെയാണോ? നമ്മുടെ ഭാര്യ അങ്ങനെയാണോ? നമ്മുടെ സഹോദരി അങ്ങനെയാണോ? നമ്മുടെ പെൺമക്കൾ അങ്ങനെയാണോ? ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ ആണോ? ആണെങ്കിൽ അത് തിരുത്താനുള്ള നിലപാടെടുക്കണം, തിരുത്താനുള്ള നടപടികൾ എടുക്കണം. അതാണ് പറഞ്ഞത്. അതിനായി പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ കാണുമ്പോഴൊക്കെ കണ്ണടച്ചിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയാൽ, മിണ്ടാതിരുന്നാൽ പല അബദ്ധങ്ങളും നമ്മൾ കാണേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മുടെ പെൺകുട്ടികൾ മറ്റൊരുത്തൻ്റെ കൂടെ ലാഘവത്തോടെ കറങ്ങി നടക്കുക നമ്മൾ കാണേണ്ടി വരും. ഒപ്പം പഠിക്കുന്നവൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്ന് വീട്ടിൻ്റെ മുറ്റത്ത് വന്നിറങ്ങി ബൈ ബൈ പറഞ്ഞ് ടാറ്റ കൊടുക്കുന്നത് കണ്ണുകൊണ്ട് കാണേണ്ടി വരും. കണ്ടിട്ട് കരഞ്ഞ് രക്ഷിതാക്കേണ്ട സമൂഹത്തിൽ ഒരു നിവൃത്തിയില്ല, ഒന്നും പറയാനും പറ്റൂല എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ ഒന്നിച്ചിരിക്കലും ഒന്നിച്ച് കൈ കൊടുക്കലും മാത്രമല്ല, ഒന്നിച്ച് റൂമിൽ താമസിച്ചാൽ എന്താ പ്രശ്നം വാപ്പാ എന്ന് മക്കൾ ചോദിക്കുന്ന കാലങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ ഇതില്ലാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹിൻ്റെ തൃപ്തിയാണ് നമുക്ക് വലുത്, അള്ളാഹിൻ്റെ ഇട്ടാ നമുക്ക് വലുത്. നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരിക്കാം, പല രാഷ്ട്രീയ ചിന്തകൾ വെച്ച് പുലർത്തുന്നവനായിരിക്കാം, എന്തോ ആകട്ടെ, അതൊക്കെ മാറ്റിവെക്കുക തൽക്കാലം. ഇപ്പം നമുക്ക് ദീനാണ് വലുത്, നമ്മുടെ മക്കളാണ് വലുത്. നാളെ നമ്മുടെ മക്കൾ എവിടെയും ചെന്ന് പെടാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം കൊടിയുടെ നിറങ്ങളൊക്കെ മാറ്റിവെച്ച് അള്ളാഹിൻ്റെ ദീൻ എന്ന കാര്യത്തെ മുമ്പിൽ വെച്ചിട്ട് കാര്യങ്ങളെ കാണാൻ, കാര്യങ്ങളെ വിലയിരുത്താൻ നമുക്ക് കഴിയണം. പ്രപഞ്ചനാഥൻ നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ.